നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് വന്നിരിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI അഡ്വർടൈസ് നമ്പർ 01/2023 സദേൺ റീജിയനിലേക്കുള്ള വേക്കൻസികളുമായിട്ടാണ്. സോ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ശരി, നമുക്ക് ഇനി ചാനലിലേക്ക് പോകാം. 119 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിങ്ങനെ ഉള്ള റീജിയനിലാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. 119 വേക്കൻസിയിൽ 73 വേക്കൻസി ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് എന്ന വേക്കൻസിയാണ്. അതൊരു നമ്മുടെ യൂണിഫോം തസ്തികയാണ്. അപ്പോൾ യൂണിഫോം തസ്തികയ്ക്ക് അറിയാലോ, യൂണിഫോം തസ്തികയ്ക്ക് ഫിസിക്കൽ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും വേണം. സോ ഫിസിക്കൽ അടങ്ങിയ വേക്കൻസിയാണ് ഈ ഫയർ സർവീസ്. 73 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. 31,000 ബേസിക് ആരംഭിച്ചിരിക്കുന്നത്. ബേസിക് ഉള്ളത് 2 ലെവൽ എക്സാമാണ് ഫയർ സർവീസിന് ഇരിക്കുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2 രണ്ടും 100 മാർക്കിന്റെ എക്സാമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എല്ലാ എക്സാംസും നടത്തുന്നത്. ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് വേക്കൻസി 2 വിളിച്ചിട്ടുണ്ട്. അതിനും സെയിം സാലറി സ്കെയിലാണ് വരുന്നത്. 31,000 തൊട്ട് 92,000 വരെ. ഇത് കൂടാതെ ഇതെല്ലാം ബേസിക് മാത്രമാണ് പറയുന്നത്. ഇത് കൂടാതെ ഇതിന് നമ്മുടെ ഗ്രേഡ് പേ, HRA ഇതെല്ലാം വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കയ്യിൽ ഒരു 40 രൂപ 45 രൂപയുടെ അടുത്ത് സാലറി കിട്ടേണ്ടതാണ് ഇതിൽ. ഓക്കെ. പിന്നെ വരുന്ന മൂന്നാമത്തെ വേക്കൻസി വരുന്നത് സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് 25 വേക്കൻസിയും സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് 19 വേക്കൻസിയും വന്നിരിക്കുന്നു. രണ്ടിന് സ്റ്റാർട്ടിംഗ് പേ സ്കെയിൽ വരുന്നത് 36,000. ഓക്കെ. ഇതിന്റെ അപ്ലൈ ചെയ്യുന്നതിന്റെ അവസാന തീയതി വരുന്നത് 26/1/2024 രാത്രി 11 മണിക്ക് മുമ്പ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിൽ SC ST വിമൻസ് എന്നീ കാറ്റഗറിക്കും പിന്നെ കുറച്ച്, അതായത് ഓൾറെഡി അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കാറ്റഗറി ആൾക്കാർക്കും 1000 രൂപയുള്ള ഫീസ് ഇളവുണ്ട്. അതായത് ഫീസ് 1000 രൂപയാണ്, അതിന് ഇളവ് കിട്ടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക്സിന് ഡിപ്ലോമ കാറ്ററാണ് പറയുന്നത്. ഇലക്ട്രോണിക്സിന് ഡിപ്ലോമ വേണം. പിന്നെ ക്വാളിഫിക്കേഷൻ, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സീനിയർ അക്കൗണ്ടന്റിന് BCom കഴിഞ്ഞിരിക്കണം. ജൂനിയർ അസിസ്റ്റന്റിന് എനി ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് ആണെങ്കിൽ നമുക്ക് 10+3 years ഡിപ്ലോമയോ അല്ലെങ്കിൽ 12th പാസോ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലസ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും മാൻഡേറ്ററി ആണ്. ഓക്കെ. സോ കൂട്ടുകാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഡീറ്റെയിൽസിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് അതെടുത്ത് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ പറയാനുള്ള വീഡിയോ. സോ താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.